വിജയാസ് ഡിഷ് ഓഫ് ദി ഡേ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മിക്കവർക്കും അറിയുന്ന ഒരു റെസിപ്പിയാണ് മുട്ടത്തോരൻ. ഇത് ജോലിക്ക് പോകുന്നവർക്കും കുട്ടികൾക്കും ചോറിൻ്റെ കൂടെ കൊടുത്തു വിടാൻ പറ്റുന്ന നല്ലൊരു തോരനാണ്. പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാൽ അമ്മ ഉണ്ടാക്കിയിരുന്ന കറികളിലൊന്നാണിത്. ഇതിൻ്റെ കൂടെ ഒരു ചമ്മന്തി കൂടി ഉണ്ടെങ്കിൽ ചോറ് കഴിക്കുന്നത് അറിയേയില്ല. ചമ്മന്തി മുട്ടത്തോരനും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. നിങ്ങളും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അമ്മ ഉണ്ടാക്കുന്നതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസത്തിലാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് മുട്ടത്തോരൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും. എണ്ണ ചൂടാകുമ്പോൾ ഒരു 4 ഉണക്കമുളക് ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടെ ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുന്നതിന് നമുക്ക് കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അമ്മ ഉണ്ടാക്കുന്നത് മുട്ടയിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് തേങ്ങയും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് അടിച്ച് കടുക് വറുത്തതിലേക്ക് ഇട്ട് ഇളക്കി ചിക്കിയെടുക്കും. ഞാനിവിടെ സവാളയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഒരു സവാള നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ ഒരു 2 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞതുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി എടുക്കാം കേട്ടോ. ഇത് ചുമക്ക വഴറ്റേണ്ട ആവശ്യമില്ല. ഒരു 3 മിനിറ്റ് വഴറ്റി കൊടുത്താൽ മതി. കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുത്താൽ മതി. ഞാൻ മുട്ടയിലും ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇത് പാകത്തിന് വഴന്നിട്ടുണ്ട്. ഇതൊരു 4 മുട്ട അല്പം ഉപ്പ് ചേർത്ത് അടിച്ച് വെച്ചതാണ്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വലിയ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കണം. ഇല്ലെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് ഈ തോരൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും അടുത്ത ഒരു ഡിഷുമായി വരുന്നത് വരെ ബൈ.